إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, നമ്മളൊക്കെ വിശ്വാസികളായതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ്സിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. സ്വർഗം, അതാണ് നമ്മളുടെയൊക്കെ ലക്ഷ്യം. ആ സ്വർഗം നേടിയെടുക്കാനുള്ള മൂല്യവത്തായ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ അത് ശേഖരിക്കേണ്ടത് നമ്മളുടെ ഈ ആയുസ്സിലാണ്. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും പല സമയങ്ങളിലുമെല്ലാം നാം വാങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ അക്കൗണ്ട് ബാലൻസിലേക്ക് നമ്മൾ നോക്കുമ്പോ ധനം കുറവാണ്, പൈസ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് ആഗ്രഹമുള്ളത് വാങ്ങാനോ സ്വന്തമാക്കാനോ സാധിക്കാത്ത ദുഃഖകരമായ അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതേ സ്ഥാനത്ത് നാം ചിന്തിക്കേണ്ടത് നാളെ പരലോകത്ത്
അള്ളാഹുവിന്റെ കോടതിയിൽ നന്മകളുടെ ഏടുകൾ അത് തുറന്നു വെക്കപ്പെടുമ്പോ നമ്മളുടെ ആ നന്മകളുടെ അക്കൗണ്ടിൽ അവിടെ നന്മകൾ കുറയുകയും അങ്ങനെ നന്മകൾ കുറഞ്ഞതിന്റെ പേരിൽ സ്വർഗം നഷ്ടപ്പെടുന്ന വല്ലാത്ത ഗുരുതരമായ ഒരവസ്ഥയെക്കുറിച്ച് പ്രിയമുള്ളവരെ നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ഒരു ആയുസ് അത് സ്വർഗം നേടുവാനുള്ള കർമ്മങ്ങളുടെ കലവറയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്മകൾ ശേഖരിക്കുവാനുള്ള കർമ്മങ്ങളിൽ നാം നിരതരാവുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. ആരിലാണോ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ, ഒരു ദർറത്ത് ഒരു അണുമണി തൂക്കമെങ്കിലും നന്മ ചെയ്യുന്നത് ആരാണോ, ഖൈറൻ യറഹ്, അത് നാളെ പരലോകത്ത് ആ വ്യക്തി കാണുന്നതാണ്. എന്നാൽ അതേ സ്ഥാനത്ത് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്, എന്നാൽ അതേ സ്ഥാനത്ത് ആരാണോ ഒരു അണുമണി തൂക്കമെങ്കിലും തിന്മ ചെയ്യുന്നത് അതും അവന് കാണാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളെ മരിച്ചു എന്ന് കഴിഞ്ഞാൽ നമ്മളുടെ നന്മ തിന്മകൾ അല്ലാഹുവിന്റെ മുമ്പിൽ നാം തന്നെ നമ്മളുടെ രേഖകൾ വായിക്കുന്ന അവസ്ഥകളെ കുറിച്ചൊക്കെ ഖുർആൻ നമ്മളോട് പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന നമുക്ക് കാണാം, വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. നമ്മൾ സ്വന്തം നമുക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ അത് ചെയ്തുകൊള്ളുക, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ അതൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സൂറത്തുൽ ബഖറയിലൂടെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നന്മകളിലേക്ക് മുന്നേറാനും അള്ളാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കുവാനും അങ്ങനെ ആ നന്ദി കാണിച്ചുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില പ്രത്യേക സമയങ്ങളും ദിവസങ്ങളും മാസങ്ങളുമെല്ലാം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന നമുക്ക് കാണാം, وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി, നന്ദി കാണിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല രാവും പകലും അത് മാറുന്നതായിക്കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് ആക്കി തന്നില്ലേ എന്നതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ദിവസങ്ങൾ രാവും പകലും അത് നന്മകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമുക്കറിയാം, അറബി മാസങ്ങളിൽ ഹിജറ കലണ്ടറിൽ അതിലെ 8ാമത്തെ മാസമാണ് ശഅബാൻ. റജബ് മാസത്തിന്റെയും റമളാൻ മാസത്തിന്റെയും ഇടയിലായിക്കൊണ്ട് വരുന്ന ശഅബാൻ മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തെ കുറിച്ച് പറഞ്ഞത്, കൂടുതൽ ഭൂരിഭാഗം മനുഷ്യരും അശ്രദ്ധയിലാകി പോകുന്ന മാസമാണ് ശഅബാൻ മാസം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തെ കുറിച്ച് പഠിപ്പിച്ചത് നമുക്ക് കാണാം. മഹാനായ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുന്ന ചോദ്യം നമുക്ക് കാണാം, ഖുൽതു യാ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹറൻ മിനശ് ശുഹൂരി മാ തസൂമു മിനശ് ശഅബാൻ. റമളാനിനെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലേ, ബാക്കിയുള്ള മാസങ്ങളെക്കാളുമെല്ലാം ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കുന്നത് റസൂൽ ശഅബാൻ മാസത്തിലാണല്ലോ. അങ്ങനെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. റമളാൻ മാസത്തെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മാസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ മാസങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രവാചകരെ താങ്കൾ നോമ്പ് നോൽക്കുന്നത് അത് ശഅബാൻ മാസത്തിലാണല്ലോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മഹാനായ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടി നമുക്ക് കാണാം, ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റമളാനിന്റെയും അതുപോലെ തന്നെ റജബിന്റെയും ഇടയിലുള്ള ഒരു
മാസമാണ് ശഅബാൻ. എന്നാൽ ഈ ശഅബാൻ മാസത്തിൽ ഭൂരിഭാഗം വിശ്വാസികളും അശ്രദ്ധയിലാകി പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ശഅബാൻ മാസം എന്നുള്ളത് അല്ലാഹുവിന്റെ അടുക്കലേക്ക് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ഉയർത്തപ്പെടുന്ന മാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂൽ പറയുന്നത് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് തന്നെ ശഅബാൻ മാസം എന്നുള്ളത് അത് അല്ലാഹുവിലേക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾ അത് ഉയർത്തപ്പെടുന്ന മാസമായതുകൊണ്ട് തന്നെ ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ. ഈ ശഅബാൻ മാസത്തിൽ എന്റെ പ്രവർത്തനങ്ങൾ അത് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അത് ഞാൻ നോമ്പുകാരനായിക്കൊണ്ട് എന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ശഅബാൻ മാസത്തിൽ ഞാൻ നോമ്പ് നോൽക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഈ ഹദീസിൽ നിന്നും പ്രധാനമായി കൊണ്ട് 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രധാനപ്പെട്ടതും നാം ഒക്കെ ജാഗരൂകരായി നാം ചിന്തിക്കേണ്ടതുമായ ഒന്ന്, ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന മാസമാണ് ശഅബാൻ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദാലിക ശഹ്റുൻ യഗ്ഫലുൻ നാസ്. ജനങ്ങളൊക്കെ ഈ മാസത്തിൽ യഥാർത്ഥത്തിൽ അശ്രദ്ധരായി പോകുന്നു എന്നതാണ്. കാരണം ഒരു പുണ്യമാസമായ റജബ് കഴിഞ്ഞു, ഇനി അതിനേക്കാൾ പുണ്യമാസമായ മറ്റൊരു റമദാൻ മാസം വരികയാണ്. അപ്പൊ ഇതിനിടയിലുള്ള ശഅബാനിനെ ആളുകൾ ഗൗനിക്കാതെ പോകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകൾ ഈ ഒരു മാസത്തിൽ യഥാർത്ഥത്തിൽ എടുക്കേണ്ട പണികൾ എടുക്കാതെ, എന്ന് പറഞ്ഞാൽ രാത്രിയിലുള്ള നമസ്കാരങ്ങളും അതുപോലെ തന്നെ അള്ളാഹുവിനോട് കൂടുതൽ ആരാധനാ കർമ്മങ്ങളിൽ മാറിയിരുന്നു കൊണ്ട് അങ്ങനെ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുവാനും ഖുർആനിനോട് കൂടുതൽ അടുക്കുവാനും ഖുർആനിനെ നെഞ്ചോട് ചേർക്കുവാനും ഒക്കെ ഉള്ള അവസരത്തെ ആളുകൾ അശ്രദ്ധയിലാകി പോകുന്നു എന്നുള്ളതാണ്. കാരണം പലപ്പോഴും റമദാൻ മാസം എന്നുള്ളത് നാം എല്ലാവരും കൂട്ടത്തോടുകൂടി നന്മകൾ ചെയ്യുന്ന ഒരു മാസമാണ് റമദാൻ മാസം. അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിലുള്ള ഖിയാമുൽ ലൈലുകളും അതുപോലെ തന്നെ തറാവീഹ് നമസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും എല്ലാം നമ്മളുടെ വീടുകൾ അതിൽ സജീവമാകുന്നു, പള്ളികൾ അതിനുവേണ്ടി സജീവമാകുന്നു, സാമൂഹികമായ അതിനുവേണ്ടി സജീവമാകുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു നന്മയിൽ പങ്കുചേരുക എന്നുള്ളത് അത് എളുപ്പമാണ്. എന്നാൽ ഈ ശഅബാൻ മാസത്തിൽ അതുപോലെ മാറിയിരിക്കുക എന്നുള്ളത്, രാത്രി നമസ്കാരങ്ങളിലേക്ക് മാറിയിരിക്കുക എന്നുള്ളത്, ഒറ്റക്ക് അല്ലാഹുവിനു വേണ്ടി മാറിയിരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ ദൃഢത അത് അവന് തന്നെ പുറത്തു കാട്ടുന്ന ആത്മാർത്ഥതയുടെ അടയാളമാണ് എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ ഒന്നാമതായി കൊണ്ട് ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ജനങ്ങളൊക്കെ അശ്രദ്ധയിലായി പോകുന്ന മാസമാണ് ഈ ശഅബാൻ മാസം. അതുകൊണ്ട് ആ അശ്രദ്ധയിൽ നിന്ന് ഉണർന്നുകൊണ്ട് ഈ ശഅബാൻ മാസത്തിൽ പ്രവർത്തിക്കുവാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് എന്നാണ്. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിലേക്ക് അടിയുറപ്പിച്ചു നിർത്തേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. 3 തരത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത്. അതിലൊന്നാമതായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ. രാപ്പകലുകളിൽ ായിക്കൊണ്ട് മലക്കുകൾ നിങ്ങളുടെ അടുക്കലേക്ക് വന്നുകൂടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വയജ്തമിഊന ഫിസ്സലാത്തിൽ ഫജ്രി വസ്സലാത്തിൽ അസ്ർ. അസ്ർ നമസ്കാരത്തിന്റെ സമയത്തും അതുപോലെ തന്നെ സുബ്ഹി നമസ്കാരത്തിന്റെ സമയത്തും നിങ്ങളുടെ അടുക്കലേക്ക് യജ്തമിഊന മലക്കുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. സുമ്മ യഅറുജു അല്ലദീന ബാതു ഫീകും. അങ്ങനെ ഒരു കൂട്ടം മലക്കുകൾ നമ്മളുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്ന മലക്ക് അത് തിരിച്ച് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ മലക്കുകൾ രേഖപ്പെടുത്തിയ നാം ചെയ്ത നന്മതിന്മകൾ അതൊക്കെ എടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകുമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ നമ്മളിൽ നിന്ന് ആ മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഓരോ ദിവസവും ആകാശവാന ലോകത്തേക്ക് പോകുമ്പോ അല്ലാഹുവിന് അടിമകളെ കുറിച്ച് നമ്മളെ കുറിച്ച് പൂർണ്ണമായ ബോധ്യവും നമ്മൾ എന്തൊക്കെയാണ്
ചെയ്യുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞിട്ട് പോലും അള്ളാഹു ചോദിക്കുമെന്നാണ് ആ മലക്കുകളോട്, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകളെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ? ആ അസർ നമസ്കാരത്തിന്റെ സമയത്ത് അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് ഒരുമിച്ച് കൂടുകയും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന മലക്കുകൾ അത് തിരിച്ചു പോവുകയും മറ്റൊരു കൂട്ടം മലക്കുകൾ നമ്മളുടെ അടുത്തേക്കും ഒക്കെ വരുമ്പോ അങ്ങനെ ആ വരുന്ന മലക്കുകളോട് അള്ളാഹു ചോദിക്കുന്നതാണ്, കൈഫ തറക്തും, എങ്ങനെയാണ് നിങ്ങൾ എന്റെ അടിമയെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് കടന്നു വരുന്നത്? അപ്പോ ആ മലക്കുകൾ മറുപടി പറയും അത്രേ, ഫയഖൂലൂനൽ മലായിക, മലായികത്തുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. അല്ലാഹുവേ, നിന്റെ അടിമയുടെ അടുത്തേക്ക് ഞങ്ങൾ ചെന്നപ്പോ അവൻ നമസ്കാരത്തിലായിരുന്നു. നിന്റെ അടിമയുടെ അടുത്ത് നിന്ന് ഞങ്ങൾ പിരിഞ്ഞ് നിന്റെ അടുക്കലേക്ക് വന്നപ്പോ അപ്പോഴും ആ നിന്റെ അടിമ നമസ്കാരത്തിലായിരുന്നു എന്ന് സുബഹി നമസ്കാരത്തെ കുറിച്ചും അസർ നമസ്കാരത്തെ കുറിച്ചും ഒക്കെ പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഓരോ ദിവസവും നമ്മളുടെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ മലക്കുകൾ ഓരോ ദിവസവും നമ്മളുടെ പേര് പറഞ്ഞുകൊണ്ട് ഏതാണോ ആ അടിമ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ ആളുകളുടെയും ഓരോ ദിവസത്തെ റിപ്പോർട്ടുകൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വെക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരു വിശ്വാസി ആ വിശ്വാസിയിൽ നിന്ന് ഉയർന്നു പോകുന്ന മലക്കുകൾ അവര് പറയുമത്രേ, അല്ലാഹുവേ, ഞാൻ ആ അടിമയിൽ നിന്ന് പോന്നപ്പോഴും അതുപോലെ തന്നെ അവരിലേക്ക് എത്തിയപ്പോഴും നമസ്കാരത്തിലായിരുന്നു എന്നുള്ളതാണ്. നമ്മളിൽ നിന്ന് പോകുന്ന മലക്കുകൾ യഥാർത്ഥത്തിൽ അങ്ങനെ പറയുമോ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ അഗാധമായി നാം ചിന്തിക്കുക എന്നതാണ്. അതുപോലെ തന്നെ നന്മകൾ ഉയർത്തപ്പെടുന്ന മറ്റൊരു സാഹചര്യം എന്നുള്ളത് അത് ആഴ്ചയിലെ ദിവസങ്ങളിലാണ്, തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം, തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസ, തിങ്കളാഴ്ച ദിവസവും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസവും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ഒരാഴ്ചയിൽ നാം ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ തിങ്കളാഴ്ച ദിവസവും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസവും പ്രദർശിപ്പിക്കപ്പെടും. ഫഉഹിബ്ബു അൻ യുഅറദ അമലി, അതുകൊണ്ട് തന്നെ എന്റെ അമലുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും എന്റെ അമലുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോ വഅന സായിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, തിങ്കളാഴ്ച ദിവസവും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസവും സുന്നത്തു നോമ്പുകളുടെ ദിവസമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റൊരു നന്മകൾ ഉയർത്തപ്പെടുന്ന സാഹചര്യം നമ്മൾ ആദ്യം പറഞ്ഞത് ദിവസമാണ്. ഓരോ ദിവസങ്ങളിലും അല്ലാഹുവിന്റെ അടുക്കലേക്ക് നന്മകൾ ഉയർത്തപ്പെടുന്നു. ഓരോ ആഴ്ചകളിലും അല്ലാഹുവിന്റെ അടുക്കലേക്ക് നന്മകൾ ഉയർത്തപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു വർഷം എടുക്കുമ്പോ ഒരു വർഷത്തിലെ ഒരു മാസം കണക്കാക്കിക്കൊണ്ട് ആ വർഷം മുഴുവൻ നാം എന്താണോ ചെയ്തത് അതിന്റെ മുഴുവൻ റിപ്പോർട്ടുകളും അത് ക്രോഡീകരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് യഥാർത്ഥത്തിൽ ശഅബാൻ മാസം എന്ന് പ്രിയമുള്ളവരെ നാം ഇന്നുള്ള മാസം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഹുവ ശഅറുൻ തുർഫഉ ഫീഹി അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, ഈ മാസം എന്നുള്ളത് ശഅബാൻ മാസം എന്നുള്ളത് അല്ലാഹുവിലേക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പണ്ഡിതന്മാർ ഈ മൂന്ന് സാഹചര്യങ്ങളെ കുറിച്ച് ഓരോ ദിവസവും നമ്മളുടെ അമലുകൾ ഉയർത്തപ്പെടുന്നു, ആഴ്ചകളിൽ ഉയർത്തപ്പെടുന്നു, അതുപോലെ തന്നെ ഒരു വർഷത്തെ മുഴുവൻ റിപ്പോർട്ടും അത് ക്രോഡീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നു. ഇത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു പഠനം നടത്തിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിച്ചു തരുന്നത് ഇപ്രകാരമാണ്. ഓരോ ദിവസവും ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ദിവസത്തെ മാത്രം കർമ്മങ്ങളുടെ ഒരു വിശദാംശങ്ങളാണ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ആ മലക്കുകൾ കൊണ്ടുപോകുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഒരാഴ്ചയിലെ കണക്കുകളിലേക്ക് പോകുമ്പോ ഒരാഴ്ചത്തെ കർമ്മങ്ങളുടെ മുഴുവൻ സംഗ്രഹം അത് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും എന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു വർഷത്തിലെ ഈ ശഅബാൻ മാസത്തിലെ ഒരു വർഷത്തെ നമ്മളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ അടുക്കലേക്ക് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ടായിക്കൊണ്ട് മലക്കുകൾ കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ ഒരു വർഷം നാം ചെയ്ത മുഴുവൻ അമലുകൾ അത് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യന് എങ്ങനെ അല്ലാഹു റിസ്ഖ് നൽകണം, അവൻ എങ്ങനെ ആയുസ് നൽകണം, അവന്റെ ഉപജീവനത്തിൽ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനങ്ങൾ അല്ലാഹു
എടുക്കുന്നത് ഈ വാർഷിക റിപ്പോർട്ടിലൂടെയാണ് എന്നൊക്കെ പണ്ഡിതന്മാർ അവർ മുഖവരക്കെടുത്തുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അല്ലാഹു അഅലം. നാം മനസ്സിലാക്കേണ്ടത്, നാം ഉള്ള ഈ മാസവും അതുപോലെ തന്നെ തിങ്കൾ വ്യാഴ ദിവസങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ദിവസത്തിലെ രാവിലെയും വൈകുന്നേരവും സുബഹി നമസ്കാരത്തിന്റെയും അസ്ർ നമസ്കാരത്തിന്റെയും സമയങ്ങളിലുമെല്ലാം നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ ആ പ്രവർത്തനങ്ങൾ എന്താണ്? അത് നമസ്കാരങ്ങളും ഖുർആൻ ഓത്തും അതുപോലെ തന്നെ നല്ല നല്ല പ്രവർത്തനങ്ങളുമാണോ, അതല്ല തിന്മകൾ നിറഞ്ഞ പ്രവർത്തനങ്ങളാണോ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുന്നത് എന്ന് ഗൗരവത്തോടു കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ ഹദീസിൽ നിന്ന്, ആദ്യം പറഞ്ഞ ഹദീസിൽ നിന്ന് മൂന്നാമതായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നോമ്പ് റസൂലുള്ളാഹി എടുത്തിരുന്നത്, ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് അത് ശഅബാൻ മാസത്തിലായിരുന്നു എന്നുള്ളതാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന നമുക്ക് കാണാം, വമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തക്മല സിയാമ ശഹ്റുൻ ഖത്തുൻ ഇല്ല റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ മാത്രമായിരുന്നു മുഴുവനായി കൊണ്ട് നോമ്പ് നോറ്റിരുന്നത്. എന്നാൽ വമാ റഅയ്തുഹു ഫീ ശഹ്റിൻ അക്സറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ. എന്നാൽ റമളാനിനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ശഅബാനിനേക്കാൾ കൂടുതൽ നോമ്പ് നോൽക്കുന്ന മറ്റൊരു മാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ശഅബാൻ മാസം അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ശഅബാൻ മാസത്തിലെ ഓരോ ദിവസങ്ങളും അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും റമദാനായിട്ട് ആ റമദാനിൽ നമുക്ക് ഒരുക്കങ്ങൾ തുടങ്ങാം എന്നുള്ളതല്ല, മറിച്ച് ശഅബാനിൽ തന്നെ തുടങ്ങിക്കൊണ്ട് അതിനുള്ള പ്രാക്ടീസുകൾ തുടങ്ങി ഇപ്പോഴേ നമുക്ക് ഖുർആൻ പാരായണത്തിനുള്ള ഷെഡ്യൂളുകൾ കൊണ്ടുവന്നുകൊണ്ട്, നമസ്കാരത്തിനുള്ള ക്രോഡീകരണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട്, അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ഒഴുക്കോടുകൂടി റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ റമദാനിനെ യഥാവിധം ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. മുൻഗാമികളുടെ പാഠങ്ങളിൽ നിന്നുമൊക്കെ നാം എടുക്കേണ്ടതും. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ശഅബാൻ മാസത്തിൽ നമ്മൾ ഒട്ടേറെ പുണ്യങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അതിന് നേരെ വിപരീതമായി കൊണ്ട് ഒരുപാട് അനാചാരങ്ങൾ ഈ ശഅബാൻ മാസത്തിൽ വന്നു കയറിയിട്ടുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞതുപോലെ അല്ലദീന ളല്ല സഅയഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. നല്ലതാണല്ലോ എന്ന് കരുതിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു, പക്ഷേ അവരുടെ പരിശ്രമങ്ങളൊക്കെ പിഴച്ചുപോയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഈ ശഅബാൻ മാസത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഇതിൽ കടന്നുകൂടിയ ഒരുപാട് അനാചാരങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഒന്നാമതായി കൊണ്ട് ശഅബാൻ മാസത്തിൽ ശഅബാൻ 15 പ്രത്യേകമായിട്ടുള്ള നോമ്പാണ്. ബറാത്ത് രാവുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി നോമ്പ് നോൽക്കുകയും അത് യഥാർത്ഥത്തിൽ പ്രമാണങ്ങളിലില്ലാത്ത ബിദ്അത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചരിത്രങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ശഅബാൻ മാസത്തിൽ അതിന്റെ പകുതി എന്നോളമല്ല, മറിച്ച് ശഅബാൻ മാസത്തിൽ മുഴുവനായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടനവധി നോമ്പുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിരുന്നു, ഭൂരിഭാഗ ദിവസങ്ങളിലും എടുത്തിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ അതുപോലെ തന്നെ ഓരോ അറബി മാസത്തിലും നമുക്ക് അയ്യാബീലിന്റെ നോമ്പുകളുണ്ട് അല്ലെ, അതിന്റെ നടുഭാഗത്ത് ആ നോമ്പുകൾ അതെടുക്കുന്നത് അത് ശഅബാൻ മാസത്തിൽ നമ്മൾ എടുക്കുമ്പോൾ അത് ഈ 15 വന്നു കഴിഞ്ഞാൽ അങ്ങനെ അടിസ്ഥാനപരമായുള്ള നോമ്പുകൾ അത് ഈ ഡേറ്റിൽ വന്നുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രശ്നമില്ല, മറിച്ച് ഈ ശഅബാൻ മാസത്തിനെ 15 തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് പ്രത്യേകം പുണ്യമുണ്ട്, അത് മുൻഗാമികൾ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ള ഹദീസുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അത്തരത്തിൽ ചെയ്യുന്ന നോമ്പുകൾ പ്രിയമുള്ളവരെ അത് ബിദ്അത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശഅബാൻ മാസത്തിൽ ഉള്ള സ്വലാത്തുൽ അൽഫിയ 100 റക്അത്തുകൾ നമസ്കരിച്ചുകൊണ്ടുള്ള ചില നമസ്കാരങ്ങൾ ചില ആളുകൾ നടത്തുന്നുണ്ട്. മഹാനായ ഇമാം നബവി റഹ്മഹുല്ലാഹ് അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. അസ്വലാത്തുൽ മഅറൂഫ ബിസ്വലാത്തിർ റഗായിബ്, റഗായിബ് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള റജബ് മാസത്തിൽ നമസ്കരിക്കുന്ന ആഗ്രഹ സഫലീകരണ നമസ്കാരം, ആ നമസ്കാരവും അതുപോലെ തന്നെ വസ്വലാത്തു ലൈലത്തിൻ നിസ്ഫി ശഅബാൻ 100 റക്അ, ശഅബാനിൻ പകുതിയിൽ 100 റക്അത്ത് നമസ്കരിക്കുന്ന സ്വലാത്തുൽ അൽഫിയ എന്ന് പേരുള്ള ഒരു റക്അത്തിൽ 10 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ പാരായണം ചെയ്തിട്ടുള്ള നമ്മളൊന്നും പരിചയമില്ലാത്ത മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ഈ രണ്ട് നമസ്കാരങ്ങളും സ്വലാത്തുൽ അൽഫിയയും അതുപോലെ
തന്നെ സ്വലാത്തുർ റഗായിബും, ഇത് രണ്ടും വഹാതാനി സ്വലാത്താനി, ഈ രണ്ട് നമസ്കാരങ്ങളും ബിദ്അത്താനി, ഇത് രണ്ടും ബിദ്അത്താണ്, പുത്തനാചാരമാണ്. വമുൻകറാനി, അത് വെറുക്കപ്പെട്ടതാണ് എന്ന് മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ മജ്മൂഇൽ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അടിസ്ഥാനപരമായി അതിനെ ഉദ്ധരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ശഅബാൻ 15-ാം രാവിൽ പ്രത്യേകമായി സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുന്ന ഒരു പ്രകൃതി നമ്മൾ ഇന്ന് കണ്ടുവരികയാണ്. എന്നാൽ നമുക്കെപ്പോഴും ഖുർആൻ പാരായണം ചെയ്യാം, അതിൽ യാതൊരു തരത്തിലുമുള്ള തടസ്സം നമുക്കില്ല. എന്നാൽ ആ 15-ന് മാത്രം പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ഇത്ര എണ്ണം സൂറത്ത് യാസീൻ പാരായണം ചെയ്യുകയും അതിന് പ്രത്യേകം പുണ്യം കൽപ്പിക്കുകയും എന്നുള്ളത് അത് മുൻഗാമികളിലില്ല, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല, അത് ബിദ്അത്താണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ശഅബാൻ 15-നുള്ള ആഘോഷങ്ങൾ, അനാചാരങ്ങൾ, യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിസ്ഥാനപരമായി നമ്മളെ പഠിപ്പിച്ചത് രണ്ട് ആഘോഷങ്ങളാണ്. ഒന്ന് ഈദുൽ ഫിത്തറും അതുപോലെ തന്നെ ഈദുൽ അദ്ഹയുമാണ്. മൂന്നാമത്തെ ഒന്ന് അത് നമുക്കൊക്കെ അറിയാവുന്ന ജുമുഅ ദിവസങ്ങളാണ്. നാം സന്തോഷിക്കേണ്ട നമ്മളുടെ ആഘോഷ ദിവസങ്ങളാണ് യഥാർത്ഥത്തിൽ ഓരോ ജുമുഅ ദിവസങ്ങളും. എന്നാൽ അതില്ലാതെ ഈ ഒരു ശഅബാൻ 15-ന്റെ ദിവസങ്ങളിൽ പ്രത്യേകമായി അതിന്റെ രാവുകളിൽ മധുരം പാകം ചെയ്യുകയും മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുകയും ഭക്ഷണം വെക്കുകയും അങ്ങനെ ഒരു അനാചാരം, അത് യഥാർത്ഥത്തിൽ ബിദ്അത്താണ് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആയുസ് വർദ്ധിക്കുവാനും അപകടങ്ങൾ നീങ്ങുവാനും പ്രത്യേകമായി ശഅബാൻ 15-ാം രാവിലെ 6 റക്അത്ത് നമസ്കാരങ്ങൾ, അതും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ശഅബാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളും ഒക്കെ നമുക്ക് കാണാം. അതെല്ലാം ബിദ്അത്താണ് എന്ന് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം. എന്നിട്ട് എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, എന്താണോ 4 ഖലീഫമാർ നമ്മളെ പഠിപ്പിച്ചത്, എന്താണോ ആ മുൻഗാമികൾ നമ്മളിലേക്ക് കൈമാറം ചെയ്തു തന്ന ആ ദീൻ യഥാവിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ശഅബാനിനെ യഥാവിധത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റമദാനിലേക്ക് എത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് ശഅബാൻ മാസം എന്നുള്ളത് അതേറെ പുണ്യകരവും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടേറെ ദിനങ്ങൾ ശഅബാനിൽ നന്മകൾ കൊണ്ട് നിറച്ച മാസമാണ് യഥാർത്ഥത്തിൽ ശഅബാൻ മാസം. അല്ലാഹുവിലേക്ക് നമ്മളുടെ നന്മകൾ അത് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ശഅബാൻ മാസത്തെ കണ്ടുകൊണ്ട് വിശ്വാസികൾ ചെയ്യേണ്ടത് സന്തുലിതമായ നിലപാട് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. ഈ ശഅബാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് അധികമായി നോമ്പനുഷ്ഠിക്കുക എന്നതാണ്. കഴിയും വിധം ശഅബാൻ മാസത്തിൽ നോമ്പ് അത് അധികരിപ്പിക്കുക. നോമ്പുകളിൽ ഏറ്റവും ഖൈറായ നോമ്പ് അത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നോമ്പാണ് എന്ന് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഇടവിട്ടുകൊണ്ട് തുടർച്ചയായി നോമ്പ് നോറ്റ ചരിത്രം നമുക്ക് കാണാം. ആ രൂപത്തിൽ നമുക്ക് നോമ്പ് നോൽക്കാം. അതല്ലാതെ തന്നെ സുന്നത്ത് നോമ്പുകൾ ശഅബാനിൽ നമുക്ക് നോൽക്കാം. അയ്യാബുൽ ബീദിന്റെ നോമ്പുകൾ നമുക്ക് നോൽക്കാം. എന്നാൽ അവസാനം ശഅബാൻ മാസത്തിന്റെ അവസാനം ഇനി റമദാനാണോ ഇത് ശഅബാനാണോ എന്ന് ഒരു കൺഫ്യൂഷനുള്ള ആ ഒരു ഘട്ടത്തിൽ നമ്മൾ നോമ്പ് നോൽക്കരുത് എന്ന് മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം പൂർവികരായ മുൻഗാമികൾ ശഅബാൻ മാസത്തെ അവർ വിളിച്ചത് തന്നെ ശഹറുൽ ഖുർആൻ, പാരായണക്കാരുടെ മാസം. ഈ മാസത്തെ യഥാർത്ഥത്തിൽ ശഅബാൻ മാസത്തെ മുൻഗാമികൾ അതിനെ പേരിട്ടത് തന്നെ പാരായണം ചെയ്യുവാനുള്ള പാരായണക്കാരുടെ മാസം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം ഈ മാസത്തിൽ നമുക്കുണ്ടാകണം. ആ റമദാനിലേക്ക് കടന്നതോടുകൂടി നമുക്കൊരു ഖത്ം തീർക്കുവാൻ നമുക്ക് സാധിക്കുമോ?
ഒരു ഖത്തം ഖുർആൻ മൊത്തം നമ്മൾ ഒരു ഖത്തം റമദാനിൽ നമുക്ക് തീർക്കണമെങ്കിൽ ഒരു ദിവസം നമ്മൾ ഒരു ജുസ് നമ്മൾ ഓതണം, 20 പേജ് നമ്മൾ ഓതണം. എന്നാൽ ഈ ശഅബാനിലെങ്കിലും നമ്മളത് തുടങ്ങാതെ ഇത്രയും ഒരു വർഷത്തെ ദൈർഘ്യമുള്ള മാസങ്ങളിലൊന്നും അത് ചെയ്യാതെ നേരിട്ട് റമദാനിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ച് ഒരു ദിവസം അത്രയും നമ്മൾ ഓതാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇടയിൽ വെച്ചത് മുറിഞ്ഞു പോകാനൊക്കെ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശഅബാൻ മാസത്തിൽ അതിനുള്ള ഒരു പ്രാക്ടീസ് ആയിരിക്കണം. റമദാൻ മാസത്തിൽ എങ്ങനെയൊക്കെ എന്റെ ജീവിതം അത് ക്രോഡീകരിച്ചുകൊണ്ട് ക്രമീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ എനിക്ക് എങ്ങനെ റമദാനിനെ ഉപയോഗപ്പെടുത്താം, അതിനുവേണ്ടി ഈ ശഅബാനിൽ തന്നെ നമ്മൾ പണി തുടങ്ങുകയും അത് നമ്മളുടെ ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ, നമസ്കാരങ്ങളുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ പഠനത്തിന്റെ വിഷയത്തിൽ, ദിക്റിന്റെ വിഷയത്തിൽ, രാത്രി നമസ്കാരങ്ങളുടെ വിഷയത്തിലെല്ലാം അങ്ങനെ ഈ റമദാൻ ഈ ശഅബാനിൽ തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് അങ്ങനെ റമദാനിലേക്ക് ഒഴുക്കോടുകൂടി നമ്മൾക്ക് പ്രവേശിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ആ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നാണ്. അതുപോലെ തന്നെ മനസ്സ് പ്രിയമുള്ളവരെ ശുദ്ധീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ റമദാനിലേക്കാണ് കിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പാപമോചനം അത് നൽകണമെങ്കിൽ ശിർക്ക് എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അത് പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ വിദ്വേഷം, അസൂയ, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ, അത് നമ്മൾ മുഖേന ആ കുടുംബ ബന്ധങ്ങൾ അതിന്റെ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ കാരണമാകുക. അങ്ങനെ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് ആ ദേഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് പാപമോചനം അത് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിള്ളലുകളും പാളിച്ചകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യഥാർത്ഥത്തിൽ ആ വിള്ളലുകളും പാളിച്ചകളും ഒക്കെ പൊട്ടിയിട്ട് അത് ശരിയാക്കിക്കൊണ്ടായിരിക്കണം റമദാനിലേക്ക് നാം കടക്കേണ്ടത്. അതൊക്കെ ശരിയാക്കേണ്ട ഒരു മാസം കൂടിയാണ് ഈ ശഅബാൻ മാസം എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ റമദാനിൽ ഏതെങ്കിലും ഒരു നോമ്പൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശഅബാൻ മാസമായിരുന്നു യഥാർത്ഥത്തിൽ മുൻഗാമികളായ സലഫുകളൊക്കെ ആ വിട്ടുപോയ നോമ്പുകൾ അത് പിടിച്ചു വീട്ടാൻ എടുത്തിരുന്ന മാസം എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവിധത്തിലും ഈ ശഅബാൻ മാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ പുത്തൻ അനാചാരങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും ആ പുത്തൻ അനാചാരങ്ങളിൽ നിന്ന് നമ്മളുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ സമൂഹത്തെയും ഒക്കെ ഉത്ബുദ്ധരാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ ഈ ശഅബാനിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുവാനുള്ള, അങ്ങനെ ആ റമദാൻ മുഴുവൻ പൂർത്തീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല വിശ്വാസികളായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ഒരുപാട് പിഴവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ നമ്മളിൽ നിന്ന് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളും മരണം അത് കൈവരിയേണ്ട ആളുകളാണ്. 6 അടി മണ്ണിൽ ഒറ്റയ്ക്ക് ആരോരുമില്ലാതെ കിടക്കേണ്ട ആളുകളാണ്. നമ്മളുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മളുടെയൊക്കെ മരണം അല്ലാഹു ഏറ്റവും എളുപ്പമുള്ള മരണമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഉമ്മമാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. നമുക്കിടയിൽ തന്നെ പ്രയാസപ്പെടുന്ന കടബാധ്യതകളാൽ, അതുപോലെ തന്നെ രോഗങ്ങളാൽ, മാനസിക പ്രയാസങ്ങളാൽ, ദാമ്പത്തിക ബുദ്ധിമുട്ടുകളാലൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. നമ്മളോട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകണം എന്ന് പറഞ്ഞ ഒരുപാട് സഹോദരി സഹോദരന്മാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. റബ്ബനാ അജിർനാ മിനന്നാർ, റബ്ബനാ അജിർനാ വഅജിർ വാലിദൈനാ മിനന്നാർ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, റബ്ബിഗ്ഫിർ ലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത്.